വന്നിട്ട് ഇത് കാണാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും ഇറ്റ്സ് എ ലൈഫ് ടൈം ഫൈൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വിഷയം. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ ട്രെക്കിങ്. ഇതെന്താ മണ്ണിടിഞ്ഞതോ? ഹലോ ഗൈസ്, സോ ഇറ്റ്സ് മീ ആദിലോജൻ. അപ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ദിവസമാണോ. ഇന്നലെയും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാമറ ചാർജ് കഴിഞ്ഞ് ഹിൽ സ്റ്റേഷൻ്റെ മുകളിൽ അവിടെ റേഞ്ചില്ല. പാത്രങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ എന്താ പറയുക സ്റ്റക്കായി പോയ പോലെ ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പോയിട്ട് അവിടെ പോയി പെട്രോൾ ലഞ്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകും കേട്ടോ. ആസ് യൂഷ്വൽ ഗൗതം വിൽ ബി ലീഡിങ്. ഗൈസ്, നല്ല മഴയാണ് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് നല്ല മഴയാണ് കേട്ടോ. ഇന്ന് ഞാൻ ആവശ്യത്തിന് പവർ ബാങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്നത്തെയും പോലെ എനിക്ക് ആവാനാവില്ല. ഇത് ഇന്നലെ നമ്മൾ പോയിട്ട് തിരിച്ചു വന്ന വഴിയാട്ടോ. പക്ഷെ ഇന്നലെ നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും വൈകുന്നേരം ഒരു 4:45 പക്ഷെ ഇന്ന് നമ്മൾ രാവിലെ നേരത്തെ ഇറങ്ങി. ഈ സമയമായപ്പോഴേക്കും നമ്മൾ ഇറങ്ങിയിട്ടോ. ഇപ്പോൾ സമയം ഏറെക്കുറെ ഒരു 11 മണി ആവുന്നു. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഗുണ്ടൽപേട്ട ബത്തേരി പോകുമ്പോൾ നമുക്ക് കണ്ടിട്ടില്ലേ, ചെക്ക് പോയിന്റ് വിട്ടിട്ട് മറ്റൊരു ചെക്ക് പോയിന്റ് വരെ വണ്ടി നിർത്താൻ പാടില്ല. 1 അവറിനുള്ളിൽ അതിനുള്ളിൽ നിന്ന് അപ്പുറം കിടക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫൈനാണ്. കാരണം നമ്മളിവിടുന്ന് കൂപ്പൺ എടുക്കുന്ന സമയത്ത് അതിൽ ടൈം സ്റ്റാമ്പ് ഉണ്ടാവും. നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു കൂപ്പൺ കൂടി കൊടുക്കണം. ഇതിലുള്ള ടൈം സ്റ്റാമ്പ് തമ്മിൽ 1 മണിക്കൂറിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫൈനാണ് കേട്ടോ. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ഇതിൽ. പ്രോബ്ലം അല്ല, ജസ്റ്റ് ഫോർ അവർ സേഫ്റ്റി. കാരണം നമ്മൾ ഗാർഡിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത്. സോ ഇറ്റ് ജസ്റ്റ് മെയ്ഡ് ഫോർ അവർ സേഫ്റ്റി എന്നുള്ള നിലയ്ക്ക് അവിടെ നമുക്ക് മെയിൻ റോഡ് നല്ല ടാർട്ടർ റോഡ് പോകുന്നുണ്ട്. പക്ഷേ ഒരു അഡ്വഞ്ചർ എന്ന നിലയ്ക്ക് ഒരു ചെറിയ സെമി ഓഫ് റോഡ് സെറ്റപ്പിലേക്ക് പോകുന്ന കേട്ടോ. നമ്മൾ ഇതിൽ കൂടെ പോയാലും എത്തും, അതിലൂടെ പോയാലും എത്തും. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഇതിൽ കൂടെ പോയി നോക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിലൂടെ പോകുന്ന കേട്ടോ. സംഭവം ഇത് കോൺക്രീറ്റ് ആണ്. അപ്പോൾ വെള്ളം തങ്ങി നിൽക്കാൻ വേണ്ടി ഇതിൻ്റെ മുകളിൽ മറ്റേ അടക്കത്തോലിയില്ലേ, അത് ഉണക്കിയത് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നമ്മൾ ഏറെക്കുറെ നല്ലൊരു ടോപ്പിലെത്തി കേട്ടോ. നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് എന്താ പറയുക, നല്ല മിസ്റ്റൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇറ്റ് വാസ് സോ ഈ ചായച്ചെടിയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ മുകളിലുള്ള. ശരിക്കും അല്ല, കാപ്പിത്തോട്ടം. അതിൻ്റെ ഇടയിൽ നല്ല ഇടക്കും തലക്കും നല്ല ഹൈറ്റുള്ള മരങ്ങൾ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എല്ലാം തൂങ്ങി നിൽക്കുന്ന പോലക്ക് അടിപൊളിയാട്ടോ. സോ ഗുഡ്. സൂപ്പർ. ഒരു 9 കിലോമീറ്ററും കൂടി ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിലേക്ക്. ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ എന്താക്കിയതാണ്, നിർത്തി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇതായിട്ട് പോയി. ഇതാരാ, ഐഡൻറ്റിഫൈ യുവർ സെൽഫ്, ആധാർ കാർഡ് ഉണ്ടോ? ഓക്കെ, അപ്പോൾ എൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ ഇവിടെ നല്ലൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇതാ ഞാൻ ഫുള്ള് നനഞ്ഞിരിക്കുന്നതാണ്. ഹെൽമെറ്റ് ഊരിയില്ല. അങ്ങനെ തന്നെയുള്ളത്. കാരണം നല്ല മഴയാണ്, മഴ കുറഞ്ഞിട്ടില്ല. അത് അവിടെ ഇങ്ങനെ ഞാനൊരു മയിലിനെ കണ്ടിട്ടു. ആൺമയിലാണ് കേട്ടോ, മെയിൽ വെർഷനാണ്. സോ ഗുഡ്. അതങ്ങനെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക. ഇറ്റ്സ് സോ ഗുഡ്. ഓക്കെ, ഇന്ന് എന്താക്കാൻ പോകുന്ന ആവശ്യത്തിന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഒന്നും കഴിച്ചതൊന്നുമില്ല, ബട്ട് വി ഹാവ് ടേക്കൺ ഇനഫ് ഓഫ് റെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ നമ്മൾ മൂവ് ആകാൻ പോകുന്ന കേട്ടോ. സൂപ്പർ. ഇനി ഇവിടെ ആകെ 4 കിലോമീറ്ററും കൂടിയേ ഉള്ളൂ കേട്ടോ. 4 കിലോമീറ്റർ ഇങ്ങനത്തെ റോഡാണ്. അതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതേണ്ട് വെള്ളച്ചാട്ടമൊക്കെ അടിപൊളി. അയ്യോ, ഇതെന്താ മണ്ണിടിഞ്ഞതോ എൻ്റെ മോന്. സോ അതിൻ്റെ മുകളിലോട്ടാണ് പോകുന്നത്. അയ്യോ, ഐ എം സോ എക്സൈറ്റഡ് ടു ഗോ ദേർ. അവിടെയൊക്കെ എത്തിയപ്പോൾ സെമി ഓഫ് റോഡല്ല, അത്യാവശ്യം നല്ല ഓഫ് റോഡായിട്ട് എൻ്റെ ബൈക്കിന്. കാരണം എൻ്റെ ബൈക്ക് ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ അഡ്വഞ്ചർ. ഞാൻ എപ്പോഴും പറയുന്നതാണ്. സോ അപ്പോൾ എൻ്റെ ബൈക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത് സെമി അഡ്വഞ്ചർ അല്ല, ഭയങ്കര ഹൈ അഡ്വഞ്ചറാണ് കേട്ടോ.
നമ്മളെല്ലാ വണ്ടിയിലൊക്കെ ഈ ഡിപ്പിൽ കൂടെ നമ്മൾ കയറ്റി കൊണ്ടുവന്നു കേട്ടോ. ഓക്കെ ഗൈസ്, ദിസ് വാസ് സോ ഫൺ. ഓക്കെ ഓക്കെ ലെറ്റ്സ് ഗോ. ഇവിടെയൊക്കെ അങ്ങനത്തെ റോഡുകളുണ്ട് കേട്ടോ. ഓക്കെ ഇവിടുന്നൊക്കെ ഞാൻ എങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആലോചിക്കണത്. കയറാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ കാട്ടി കയറി വന്ന്, പക്ഷെ ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങിപ്പോകും. സൂപ്പർ. ഇവിടെ എത്ര ആൾക്കാരൊക്കെ നടന്ന് കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആട്ടോ ട്രെക്കിങ്. We did it, bro. We did it. Never done this before, guys. I've never ever done this before. It was an awesome. It's a wow. Guys, ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് നെക്സ്റ്റ് ലെവലാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ലെവൽ ഉള്ളത് കേട്ടോ. Oh, superb, guys. This was fantastic, guys. Rocking, guys. We are rocking. ിലേക്ക് നടക്കുക കേട്ടോ. ഇവിടുന്ന് 2 കിലോമീറ്റർ മറ്റേ ഫോർട്ടിലോട്ടും ഏതാണ് ഫോർട്ടിൻ്റെ നെയിം നോക്കുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അയ്യോ ഗൈസ്, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ഗൈസ്. വെയിറ്റ് I'll go friend. ഗൈസ് ഇത് കണ്ടോ, സൂപ്പർ ഗൈസ്. ഒയ്യോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലോട്ട് പോകുക കേട്ടോ. മുകളിൽ ചെറിയൊരു ഫോർട്ട് ഉണ്ട്, ആ ഫോർട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഓൾറെഡി മുകളിൽ പോയി തിരിച്ചു വരുന്നുണ്ട്. ഗൈസ് ഒരു രക്ഷയില്ല ഗൈസ്. ഇത് ഞാൻ ഇതിൻ്റെ മുകളിലുള്ള ഒരു ചെറിയ ഫോർട്ടിൻ്റെ മുകളിലാണ് ഉള്ളത്. അടിപൊളിയാണ് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു വ്യൂ ഗൈസ്. ഇറ്റ്സ് ഓസം ഗൈസ്, സൂപ്പർ ഓസം. How was it? അതെ, രംഗച്ചേട്ട കാണിക്കുന്നു പറഞ്ഞാൽ കാണിക്കും. താഴ്ന്ന് കൂടെ കയറുന്നാണോ. സോ ഓസം ഗൈസ്, സോ ഓസം. ലൈഫ് ടൈം ഫൈൻ ആയിരുന്നു ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുന്ന വിഷയം. ഇവിടെയൊക്കെ എത്തിയപ്പോൾ ലൻസിൻ്റെ ഉള്ളിൽ ഫംഗസ് വരുന്ന ആവി കയറാൻ തുടങ്ങി കേട്ടോ. ഞങ്ങളിത് അതിൻ്റെ മുകളിലോട്ട് പോകുന്ന കേട്ടോ. ഞാൻ ഹെൽമെറ്റിൻ്റെ മുകളിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത്. ഇവിടുന്ന് ഊരിയ എടുത്ത് മറ്റേതിലേക്ക് ഫിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഹെൽമെറ്റിൻ്റെ മുകളിൽ തന്നെ വെച്ചേക്കുന്ന കേട്ടോ. Guys, I'm really enjoying it. ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാട്ടോ. നമ്മളിതിൻ്റെ മുകളിലോട്ടാട്ടോ പോകുന്നത്. ഞാൻ പറഞ്ഞു ഇനി കുറച്ച് ദൂരം കൂടി ഉള്ളു, നമ്മൾ പോവാ, മുകളിൽ പോവാ പറഞ്ഞിട്ട് ഇവർ കേൾക്കുന്നില്ല. അവിടെ ഇരിക്കുന്ന എത്ര ആഴമുണ്ടെന്ന് അറിയാം. ഇവിടുന്ന് അങ്ങോട്ട് ഒന്നും കാണുന്നില്ല കേട്ടോ. ദിസ് വാസ് സോ ഓസം. ശരിക്കും കംപ്ലീറ്റ് റൈഡ് ആയത് ഇന്നാണ് കേട്ടോ. ഞാൻ പറയില്ലേ, ഞാൻ ഒരിക്കലും ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഞാൻ പോകില്ല. ഞാൻ പോകുന്ന സ്ഥലങ്ങൾ ഞാൻ എക്സ്പ്ലോർ ചെയ്യാറുള്ളൂ ഗൈസ്. ആൻഡ് ദിസ് വാസ് സോ ഓസം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടിപൊളി ശരിയാണ്. ഇവിടെ ഉറപ്പായിട്ടും ഇറ്റ്സ് എ ലൈഫ് ടൈം ഫൈൻ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ കാണണം. ഇത് ഹൊർനാട് നിന്നിട്ട് 35 കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ ഈ സ്ഥലമുള്ളത്. സോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഡേ ട്രിപ്പെല്ലാം ഞാൻ ചെയ്യുന്നതായിരിക്കും.
അപ്പോൾ ഡേ ട്രിപ്പ് ചെയ്യാൻ ആർക്കെങ്കിലുമൊക്കെ ഇപ്പോൾ വീക്കെൻഡ് ബാംഗ്ലൂർ ഒരു ഗെറ്റവേ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് എൻ്റെ ചാനൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കെൻഡ് ഗെറ്റവേയിൽ പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ്, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ.